ഈ ജീവിതത്തില് വിജയിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത്തരക്കാർ ഒരുപാട് സമയമൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. ഇത്തരക്കാർ ഒരുപാട് സമയമൊന്നും സമയം വേസ്റ്റ് ചെയ്യില്ല. ഇത്തരക്കാർ എപ്പോഴും അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും അതിനു വേണ്ടി അവർ സമയം കണ്ടെത്തുകയും അവർക്കൊരു സമയം കിട്ടുകയാണെങ്കിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും എന്നിട്ട് അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും എന്നിട്ട് അത് അവർ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ലിസ്റ്റാണ് പറയുന്നത്, അല്ലേ? എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, തട്ടിമുട്ടി പോയാൽ മതി എന്ന് ഉദ്ദേശിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കാം. എനിക്ക് സോഷ്യൽ മീഡിയ എത്ര സമയം ഉപയോഗിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അന്നന്ന് ഇങ്ങനെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോയാൽ മതി. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പല ആപ്പുകളും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ഷെയർ ചാറ്റ്, യൂട്യൂബ് ഇത്തരത്തിലുള്ള ആപ്പുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഹാപ്പിനെസ് കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇത്തരക്കാർ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സമയം നമ്മൾ കളയണോ കളയണ്ടയോ, ജീവിതത്തിൽ വിജയിക്കണോ വിജയിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണുണ്ട്, നമ്മുടെ TV, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാം, വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം, വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ജീവിത വിജയം എന്ന് പറയുന്നത് എപ്പോഴും ചാടി കയറി ഓടി വരുന്നതല്ല കേട്ടോ. കഠിനാധ്വാനത്തിലോട് കൂടി, ഡെഡിക്കേഷൻ, ആത്മാർത്ഥതയുള്ള ഡെഡിക്കേഷൻ, അതിനുപരി കഠിനാധ്വാനം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തി മറ്റുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ദിവസം എനിക്ക് സക്സസ്ഫുൾ ലൈഫ് കിട്ടുമെന്ന് സ്വപ്നം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അത്തരത്തിലുള്ള സക്സസ്ഫുൾ ലൈഫ് ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ചിന്തിക്കുക.